ഗൈസ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ മുട്ടനെയും കൊണ്ട് നമ്മളിന്ന് ലുലു മാൾ പോവുകയാണ്. ഇതാണ് മുട്ടൻ. ഇതാണ് അവൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പത്തിന് മുഖം തിരിച്ചു വന്ന് നമ്മുടെ ആൾ എന്താ ഹാറ്റൊക്കെ വെച്ച് വലുതാകുമ്പോൾ മോഡലാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളിന്ന് അവിടെ പോവാ. എന്ത് പറയാനുള്ളത്? ഉലുമാളിൽ പോകാൻ വരാ. ഉലുമാൾ മുട്ടനൊരു സ്വഭാവമുണ്ട്. അവന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആള് ജെന്റിൽമാനാ. വീട്ടിലുള്ളത് പോലെ ഒന്നല്ല. വീട്ടിൽ ഭയങ്കര അലമ്പല്ലേ, ഉരുണ്ട് പിടച്ച് കാറി കൂവി. വീട്ടിൽ ഉള്ള ചെറുക്കം വേറെ, മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറുക്കം വേറെ. ഞങ്ങൾ ഇൻവെർട്ടറാണ്. ഇൻവെർട്ടറിൻ്റെ മുഖം ഒന്ന് കാണിച്ചിട്ട് ഇൻവെർട്ടർ. നമ്മളിപ്പോൾ ഉള്ളത് കരകുളത്താണ്. ഇവിടുന്ന് എങ്ങനെ ഓണാച്ചാവാസിൽ വണ്ടി കയറും? കാച്ചാനിയിൽ നിന്ന് നേരെ പാളയത്തിൽ നിന്ന് എങ്ങനെയാണ് ബസ് കയറണ്ടേ? നമസ്കാരം. അപ്പം ഇന്ന് നമ്മുടെ ചെറിയൊരു ഔട്ടിംഗ് ആണ്. ഞങ്ങൾ 3 പേരെ സിറ്റി വരെ ഒന്ന് കറങ്ങാൻ പറഞ്ഞു നോർത്തു. ഇവിടെ ചെറുക്കൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നതും ആൾക്കാരെ കാണുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ എന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാവിലെയാണ് നമുക്ക് ഈ എവിടെ ഒന്ന് പോയാലോ എന്നൊരു ഐഡിയ തോന്നിയത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ലുലുമാൾ വരെ പോകാമെന്ന് ഓർത്തു. ഇവിടെ അധികം ദൂരം ഇല്ല കേട്ടോ, നമ്മുടെ കരകുളത്ത് നിന്നും ലുലുമാൾ വരെ. അങ്ങനെ KSRTC യാത്ര നമ്മൾ തുടങ്ങി. ആദ്യത്തെ ബസ് നമ്മൾ കയറി. കരകുളത്തും കാച്ചാണിയായിരുന്നു. 4 കിലോമീറ്റർ 10 മിനിറ്റ്. നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ റിഫ്രഷ്മെൻറ്റ് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ചെക്കനാണ്. അതുകൊണ്ട് തന്നെ ആൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു യാത്ര തുടങ്ങിയപ്പോഴത്തേനും. കാച്ചാണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പാളയത്തിലേക്കുള്ള ബസ് പിടിച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ചെക്കൻ ഹാറ്റൊക്കെ കൊണ്ടുകൊണ്ട് ഇങ്ങനെ മയങ്ങി ഇരിക്കുമായിരുന്നു, കണ്ടില്ലേ. രണ്ടാമത്തെ ബസ് ഇറങ്ങി 3ാമത്തെ ബസ് പിടിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് തപ്പി ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാളയത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണമായിരുന്നു നമ്മുടെ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക്. അത് ആൾക്കാരോട് ചോദിച്ചായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. ഫുട്പാത്തിലൂടെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരം ഞങ്ങൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാറ്റിൻ ചർച്ച് കണ്ടു. ഇന്നത്തെ വെയിലൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ മടുത്തു. അപ്പോഴത്തേനും അതിനും ദാഹിച്ചു നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. ഒരുപാട് താമസിച്ചില്ല, നമുക്ക് ഉടനെ തന്നെ ബസ് കിട്ടി. നമ്മൾ കയറി. അവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ലുലുമാളിലേക്ക് യാത്ര ഉണ്ടായിരുന്നു. കൂടാതെ ട്രാഫിക്കും കുറച്ച് റഷായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലുലുമാളിൽ എത്തിയിരിക്കുന്നു. ഇന്ത്യയിലല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലുമാൾ ഇവിടുത്തെ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾക്ക് 3 പേർക്കും കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കടലിൽ എവിടെയെങ്കിലുമൊക്കെ പോയേനെ. പക്ഷേ അത്രയും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കിന്ന് വൈകിട്ട് പോകേണ്ടതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ പാകത്തിനായിരുന്നു നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. ചെന്ന ഉടനെ നമുക്ക് വിശന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു കഫേയിൽ കയറിയിട്ട് ഒരു കോംബോ ഓർഡർ ചെയ്തു. വരുവാ പുതിയ മുഖഭാവങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഭയങ്കര സന്തോഷം ആൾക്കാരെ കാണാൻ നേരം, പ്രത്യേകിച്ച് അവൻ്റെ ഏജിലുള്ള ആൾക്കാരെ കാണാൻ നേരം എന്താണെന്നറിയത്തില്ല, ഭയങ്കര സന്തോഷമാണ്. ഷൂ എടുത്ത് തിന്നുക. ഇന്ന് കഴിച്ചത് ചോറും ഷൂവും. ഈ കൊച്ചു കാന്താരനെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആൾ കുറച്ചെങ്കിലും അടങ്ങിയിരിക്കും. പക്ഷേ ഇങ്ങനെ ചുമ്മാ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്പം 1 വയസ്സായതിൻ്റെ ഒരു കുത്തിയിളക്കമാണെന്ന് തോന്നുന്നു. വല്ല റബ്ബർ പാലാണോ കുടിക്കുന്നതെന്ന് പോലും സംശയമുണ്ട്. അത്ര എനർജി. നമ്മുടെ 2 പേരുടെ എനർജി തീർന്നാലും ഈ ചെറിയ മനുഷ്യൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ ചെറിയ മനുഷ്യനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു മരത്തിൻ്റെ മുന്നിൽ കൊണ്ടിങ്ങനെ നിർത്തിയപ്പോഴത്തേനും ഇതിനെ കണ്ടിട്ട് എന്നാന്ന് അറിയത്തില്ല, ഞെട്ടി പോകുമായിരുന്നു.
കുറച്ച് നേരം പോലും ഞങ്ങൾ അടങ്ങിയിരുന്നില്ല. പക്ഷേ എല്ലാം ഒന്ന് കണ്ടു വന്നപ്പോഴത്തേനും പെട്ടെന്ന് രാത്രിയായി, പോകേണ്ട സമയമായി. അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ വെളി വന്നു. മുട്ടൻ ഇവിടെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ചെറിയൊരു വ്ളോഗായിരുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.